അതെയോ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ഈ പറഞ്ഞോളൂ. സിനിമയിലൊക്കെ എൻഹാൻസ് ചെയ്ത് കാണിക്കുന്ന ഈ തൃശ്ശൂരൊക്കെ ഭയങ്കര ഗുണ്ടായിസം നടക്കുന്നുണ്ട്. ഭയങ്കര ഗുണ്ട ഗ്യാങ്സ് ഒക്കെ ഉണ്ട്. അത് എത്രത്തോളം സത്യമാണ് അവിടെ? അതിനെ സത്യത്തിന് ഇപ്പത്തെ ഒരു സിറ്റുവേഷൻ, ഇപ്പത്തെ ഒരു ജനറേഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു ഗുണ്ടാ ലിസ്റ്റിലും ഒക്കെ പേരുള്ളത് ചുരുങ്ങിയത് ഒരു 10-25, എനിക്ക് 25 വയസ്സായിട്ടുള്ളൂട്ടാ, ഒരു 25 അണ്ടർ ഓക്കെ. അതിലുള്ള പിള്ളേരുകളാണ്. ചിലപ്പോ ഒന്ന് പ്രായപൂർത്തിയും കൂടിയും തികയാത്ത പിള്ളേരുകളാണ്. ഓക്കെ. അത് ഇവര് വളർന്നു വരുന്ന രീതിയും, ഇവര് ഇപ്പോ തന്നെ തൃശ്ശൂരിനെ സംബന്ധിച്ച് തന്നെ എത്ര ഗുണ്ടാ ബേസുകളിലുള്ള ഓരോ സിനിമകളാണ് ഇറങ്ങിയിട്ടുള്ളത്. അതെ അതെ അതെ. അപ്പം സിനിമയിലൊക്കെ അങ്കമാലിയുടെ ഏറെക്കുറെ ഒരു സിനിമ ഉണ്ട്, ആ ആ അതെ. അങ്കമാലിയുടെ ഒരു സിനിമ ഉണ്ട്. ആ ആ ആ സിനിമ തൊട്ട് പിടിച്ചിട്ടുള്ള പിടുത്താണ്. പലർക്കും അത് കണ്ടിട്ടുള്ള ഒരു ഇൻസ്പിറേഷൻ ആണ് അതെ അതെ. വളർന്നു വരുന്ന പിള്ളേരുടെ. ഉം, ഉം, ഉം. ലാസ്റ്റ് ഇപ്പൊ ഈ ഇറങ്ങിയ പണി എന്ന് പറഞ്ഞൊരു സിനിമ ആ ആ ആ. അപ്പൊ അതില് കാണിക്കുന്ന ഉണ്ട്. പോലെയൊക്കെ ഇപ്പൊ കുറെയൊക്കെ സത്യമാണ്. കുറെയൊക്കെ സത്യമുണ്ട് ഗുണ്ടായിസം ഉണ്ട്. ഉണ്ട് അവിടെ. നമ്മുടെ നാടുകളും ഇപ്പൊ തൃശ്ശൂർ തന്നെ പേര് കേട്ടഞ്ഞാ ഈ മണ്ണുത്തി, ചിയാരം, അങ്ങനത്തെ കുറച്ച് സ്ഥലങ്ങളിലാണ്. ചിയാരത്തൊക്കെ അതൊന്നും എനിക്ക് ഇങ്ങനെ പറയാൻ പറ്റുമെന്നും കൂടി എനിക്കറിയില്ല. അങ്ങനെയൊക്കെ കുറെ ആൾക്കാരുകളുണ്ട്. ഓക്കെ. അപ്പൊ അവരെ ബേസ് ചെയ്ത് കൊണ്ട് കുറെ ആൾക്കാർ നിക്കുന്നുണ്ട് അവർക്ക് താഴെ. അതായത് ഇപ്പൊ മെയിൻ ഒരാള് ഗുണ്ടായിട്ട് നിക്കാണ്. ഇപ്പൊ ചേട്ടന്മാര് എന്നാണ് തൃശ്ശൂരൊക്കെ അതിനൊക്കെ പറയാ. എന്റെ ചേട്ടൻ മറ്റേ ആള് വലിയ ഗുണ്ടയാണ്, ആൾക്ക് ഇത്ര കേസ്. ഇപ്പൊ സത്യം പറഞ്ഞാൽ ഇപ്പൊ ഒരു 10-18 വയസ്സുള്ള പിള്ളേർക്ക് ഇപ്പൊ ഒരു കേസില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അതൊരു ഇതാണ്. ഒരു 4 പേരുടെ അടുത്ത് അവൻ വലിയ ആളാണെന്ന് കാണിക്കണം. എനിക്ക് ഇത്ര കേസ് ഉണ്ട്, എനിക്ക് ഇത്ര കേസ് ഉണ്ട്. ആ അതെ, അഭിമാനത്തോടെ നാട് പറയുന്നു. നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെ അതെ, സത്യമായിട്ടും. ഇപ്പൊ ഞാനൊക്കെ വളർന്നു വന്ന സിറ്റുവേഷൻ എന്ന് പറയുമ്പോ, ഞാനൊക്കെ വളർന്നു വന്ന സിറ്റുവേഷനിൽ കൂടുതൽ വന്നപ്പോ ഒന്ന് കള്ള് കൂടി കേസ് കെട്ട് വലിക്കുക അത്രയൊക്കെ തന്നെ ഉള്ളോ. എങ്കിലും നമ്മള് പേടിച്ച് വല്ല കാട്ടിലോ പറമ്പിലോ പാടത്തൊക്കെ പോയിരുന്ന നമ്മൾ അന്ന് കാലത്ത് ചെയ്തത്. അതെയോ? ഇന്നിപ്പോ അതല്ല അവസ്ഥ. ഇത് പിന്നെ ഇങ്ങനെ ഒരു ഗുണ്ടായിസം ഇങ്ങനെ അവിടെ വളരാൻ കാരണം പൊളിറ്റിക്സ് എന്തെങ്കിലും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടോ? പാർട്ടിക്കാർ എന്തെങ്കിലും അതിന്റെ എന്തെങ്കിലും ഇൻഫ്ലുവൻസ് ഇവർക്കുണ്ടോ? നമുക്കൊരു 10 കൊല്ലം മുപ്പാടാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പൊളിറ്റിക്സിനെ കുറ്റം പറയായിരുന്നു. ഓക്കെ. ഇന്നിപ്പോ പൊളിറ്റിക്സിനെ കുറ്റം പറയാൻ വേണ്ടി പറ്റില്ല. അത് മാത്രം പറയാൻ പറ്റില്ല. പക്ഷെ അതും ഒരു ഫാക്ടർ ആണോ എന്ന് തോന്നിയിട്ടുണ്ടോ? ഫാക്ടർ ആണോ എന്ന് തോന്നിയിട്ടുള്ളത് അങ്ങനെ കുറെ പേര് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. കാരണം ഇപ്പോ അവരെയൊക്കെ ഒരുപാട് പല പാർട്ടികളും സേവ് ചെയ്യുന്നില്ലേ? ഇപ്പം എന്തെങ്കിലും ഒരു കേസ് വരികയാണെങ്കിലും അത് ഒതുക്കാനും ഇതിനൊക്കെ വേണ്ടിയിട്ട്. അങ്ങനെ ഇപ്പൊ ഒരു പാർട്ടി അനുഭാവിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പാർട്ടിനെ സംബന്ധിച്ചുകൊണ്ട് നിക്കണ ആൾക്കാർക്ക് അങ്ങനെ ഗുണ്ടാ ഛായാഗ്രഹണം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചാ നിക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ സേഫ് ആക്കാൻ വേണ്ടി നോക്കും. അങ്ങനെ നമുക്ക് ഇപ്പത്തെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഒരു 10 കൊല്ലം മുപ്പാടാണ് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ഗുണ്ടകൾ വളർന്നതും ഒക്കെയും പാർട്ടിനെ അഭിമുഖീകരിച്ചുകൊണ്ടാണ്. എന്തുകൊണ്ട് തൃശ്ശൂരിൽ ഇത്രത്തോളം വരാൻ കാരണം എന്തായിരിക്കും ഒരു റീസൺ ചിന്തിച്ചിട്ടുണ്ടോ? അതിനെപ്പറ്റി എനിക്ക് എങ്ങനെ പറയാൻ പറ്റുക? അത് ഓരോരുത്തരുടെ ഇതാണ്. ഇപ്പൊ പണ്ട് മട്ടാഞ്ചേരി, കൊച്ചി കേട്ടിട്ടില്ലേ? മട്ടാഞ്ചേരി, മാർട്ടി, മറ്റേത്. ഇന്നിപ്പോ അതിനേക്കാൾ കൂടുതൽ തൃശ്ശൂരാണെന്നാണ് കേൾവി. കൾച്ചറൽ ചിലപ്പോ ഒരു ഇൻഫ്ലുവൻസ് ആയിരിക്കും. എനിക്കറിയാം. എനിക്ക് എന്റെ വീടിന്റെ അടുത്ത്, എന്റെ വീട് തൃശ്ശൂർ സ്ഥലത്താണ്. ഇത് എനിക്കറിയാവുന്ന ഒരു സുഹൃത്ത് എന്ന് പറയാൻ പറ്റില്ല, എന്നേക്കാളൊക്കെ ഏജിന് ഭയങ്കര കുറവാണ് ആള്. അവൻ ഒരു 2 കൊല്ലം മുപ്പാട് തോക്കും കൊണ്ട് അവന്റെ സ്കൂളിലേക്ക് ചെന്നു. തൃശ്ശൂർ നടന്നിട്ടുള്ള സംഭവം, വലിയൊരു വാർത്തയായിട്ടുള്ള ഒരു സംഭവമാണ്. തൃശ്ശൂർ മെയിൻ ഒരു സ്കൂള്. സാധാരണ ഇതൊക്കെ കേൾക്കുന്നത് ഇപ്പം അമേരിക്കയില് ക്ലാസ്സില് വെടിപൊട്ടിച്ചു എന്നൊക്കെ കേൾക്കുന്നത്, നമ്മുടെ നാട്ടിൽ നടന്നിട്ടുള്ളൊരു കാര്യമല്ല ഇത്. അതെ, അവൻ എനിക്ക് പേഴ്സണലി അറിയാവുന്ന ഒരു ചെക്കനാണ്. അവൻ നോർമലായിരുന്നു ഒരു കാലം വരെ. പിന്നെ ഈ ഡ്രഗ്സിന്റെ ഒക്കെ ഉപയോഗം കൊണ്ടായിരിക്കും എന്തെന്നൊന്നും അതില് നമുക്കൊന്നും കൂടുതലൊന്നും പറയാനൊന്നുമില്ല. കാലത്താണ്ട് തീർന്നു പോവും ഇങ്ങനെ നടക്കണവര്. അങ്ങനെ ആലോചിച്ച് സമാധാനിക്കും. അല്ലാണ്ട് ഇപ്പൊ എന്നിട്ട് പറയാ, പോണ നാറികള് പോട്ടെ, ഉള്ള നാറികൾക്ക് ചോറ് വിളമ്പ്.